ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ വ്ളോഗ്. അപ്പം ഇന്നൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഭയങ്കര ഹാപ്പി ആൻഡ് കാം ഡേ. അപ്പം ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് സാത്തിക്കുട്ടി വെള്ളത്തിനകത്ത് ദാണ്ട് ഇതുണ്ട്, ഒരു ബോംബാണ്, കുഞ്ഞു ബോംബ്. അതിപ്പോൾ പൊട്ടിത്തെറിക്കും. നിങ്ങൾ നോക്കിയേ, ഒന്ന് വെയിറ്റ് ചെയ്തേ. കണ്ടോ, അതാണ് പൊട്ടിത്തെറിക്കുന്നത്. ഇത് കാണിച്ചു തരുമായിരുന്നു എനിക്ക് കേട്ടോ. എൻ്റെ കൊച്ചിലേ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ ഏതോ ഒരു പ്ലാന്റിൻ്റെ ഒരു സീഡാണ്, അത് ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇടുക, പൊട്ടിത്തെറിക്കുക. അപ്പോൾ അവൾ സ്കൂളിലും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ പിള്ളേർ തമ്മിലുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്താണ് ആ ഒരു മോർണിംഗ് തുടങ്ങുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീക്കെൻഡ്സിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വർക്കിംഗ് ഡേയിൽ എനിക്ക് അവളെ അധികം കെയർ ചെയ്യാൻ സമയം കിട്ടാത്ത ആ കുറവ് ഞാൻ പരിഹരിക്കുന്നത് വീക്കെൻഡ്സിലാണ്. വീക്കെൻഡ്സിൽ ഫുൾ ടൈം എൻ്റെ കൂടെ വന്നിരുന്ന അടുക്കളയിൽ ഇങ്ങനെ കത്തി വെക്കുവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുടിച്ച് വൃത്തിയായി ഇരിക്കുകയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നും രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ലെവലായിരിക്കും കേട്ടോ. നമ്മളത് ഫ്രഷായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പം അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങളൊന്ന് മേല് കുളിച്ചിട്ട് ഡ്രസ്സ് മാറ്റിക്കാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് കരിക്കുണ്ട്, ദോശയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്. അപ്പോൾ സാത്തിക്കുട്ടി കഴിച്ചതിൻ്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ട്, അതും കൂടെ കഴിക്കും. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കരിക്കിലാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങിയത്. എന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ കുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ അവസാനിപ്പിക്കത്തില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കടല റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കാതെ കടല കുക്കറിനകത്ത് വേവിച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത്, അത് ഞാൻ ഈ വീഡിയോസിൽ പറഞ്ഞു തരാം. അതിൻ്റെ ഒരു റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ കടല റോസ്റ്റിൻ്റെ ടിപ്സല്ല, അതിൻ്റെ ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കും. അതിനൊരു ഭയങ്കര ടേസ്റ്റാണ്. എല്ലാ ഫ്രണ്ട്സും എന്നെ കളിയാക്കും കേട്ടോ. നീ തന്നെ കഴിച്ച് നീ തന്നെ ടേസ്റ്റാന്ന് പറയുക, നീ തന്നെ ഇതിൻ്റെ പുകഴ്ത്തുക. അതെ, നമ്മളെ പുകഴ്ത്താൻ നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അന്നേരം ഇത് ഒരു വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെടിയിൽ തീരെ വെള്ളമില്ല. ഇത് ഒറിജിനൽ ചെടിയാണ്. ഞാനിതിങ്ങനെ ചുമ്മാ ഇവിടെ അടുക്കളയിലൊന്ന് എടുത്ത് വെച്ചേക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അടുക്കളയിലല്ലേ. അപ്പോൾ കുറച്ച് പച്ചപ്പും ഹരിതാപ്പും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ ഞാൻ വൈകുന്നേരം അപ്പം വീണ്ടും കട്ടൻ ചായ ശീലം ഞാൻ വീണ്ടും തുടങ്ങി കേട്ടോ. ഈ പനി വന്ന പിന്നെ കട്ടൻ ചായയും ബ്രെഡ് ബണ്ണ് ഇതായിരുന്നു എൻ്റെ ഒരു ഭക്ഷണം. അപ്പം ഇന്നത്തെ ദിവസം സാത്തിയും പോയിട്ടില്ല. സാത്തിക്ക് ഭയങ്കര പനിയാണ്. ആക്ച്വലി പനി കൊണ്ടുവന്നതേ എൻ്റെ കൊച്ച. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയും മോളും കൂടെ സിറ്റ് ഔട്ടിൽ നിന്ന് കുറേ നേരം കാര്യം പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറുന്നത്. രാത്രിയാവും ഇനി അവർ അകത്തോട്ട് കയറാൻ. അപ്പോൾ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ചോറ് വേവിച്ചത് ആറാൻ വേണ്ടി വെക്കും. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ രാത്രിയാകുമ്പോൾ വെച്ചേക്കും. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്കാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എണീക്കുന്ന സമയം ഒരു 11 മണി ആയതുകൊണ്ട് എനിക്ക് പിന്നെ ചോറ് വെക്കാനും കറി വെക്കാനും എല്ലാം കൂടെ ഒരു വിശപ്പാവും. അന്നേരം 12 ആകുമ്പോൾ ഞാൻ ഫുഡും കഴിക്കും. അന്നേരം പിന്നെ കറി മാത്രം പെട്ടെന്ന് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി PSC ജോലി ഗവൺമെൻറ് കിട്ടിയോന്ന്. എനിക്ക് ഗവൺമെൻറ് കിട്ടിയില്ല. പിന്നെ ഞാൻ ഇത് സ്റ്റഡീസ് ഞാൻ മതിയാക്കി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഏജ് ഇപ്പം എനിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് അപ്പം ഉള്ള പ്രൊഫഷനിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം. ഇത് ഞാനെന്ന് വെച്ചാൽ എൻ്റെ അന്നത്തെ ദിവസത്തെ കുറച്ച് വർക്കുകളുണ്ട്, അതെല്ലാം ഞാൻ എഴുതി വെച്ചേക്കും. ഇങ്ങനൊരു കുഞ്ഞു ബുക്കിനകത്ത് എഴുതി വെച്ചേക്കും. പിന്നെ കുറച്ച് മോട്ടിവേഷണൽ വേർഡ്സ് ഉണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ടേബിളിൽ വന്ന് നോക്കിയപ്പം ഈ ഒരു പൂ പിടിക്കുന്നതിൻ്റെ തണ്ടാണ് ഞാൻ നേരത്തെ കണ്ടില്ലേ, അത് പൊട്ടിച്ചത് അവൾ കളിച്ചത്. അപ്പോൾ ഇവിടെ ചോറൊക്കെ ഞാൻ പറഞ്ഞില്ലേ എടുത്ത് ഫ്രിഡ്ജ് വെച്ചുകൊണ്ട് എല്ലാം തിളപ്പിച്ച് ഊറ്റി. ഇനി ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വിചാരിച്ചാൽ നമ്മുടെ പയർ മുളപ്പിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണ്. തലേ ദിവസം ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം എടുക്കരുത്, കുറച്ച്, അതായത് ആ പയറിൻ്റെ മീതെയുള്ള വെള്ളം എടുത്ത് പയർ സോക്ക് ചെയ്യാൻ വെച്ചേക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പയർ മുളച്ചിരിക്കും. ഇത് തലേ ദിവസത്തെ മീൻകറി. അപ്പോൾ പയർ മുളപ്പിച്ചതും മീൻകറിയാണ് എൻ്റെ ലഞ്ചിനുള്ള മെനു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ മിനിമൽ കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് ആകുമ്പം നമുക്ക് ഡെയിലി അത്രയും അങ്ങോട്ട് പ്രൊഡക്റ്റീവും ഫ്രഷുമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുക.
പിന്നെ ഇപ്പോൾ ഞാനിനി ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റായ കടല റോസ്റ്റാണ്. ആക്ച്വലി ഇത് എൻ്റെ മെനു ആണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കടല റോസ്റ്റ് അല്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. ഞാനുണ്ടാക്കും, അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇങ്ങനെ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒരു ഹോബിയാണ് ശരിക്കും. പിന്നെ കുക്കിംഗ് എനിക്ക് ഭയങ്കര പാഷനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. എങ്കിലും നമ്മൾ ചില സമയം കുക്ക് ചെയ്യുന്ന സാധനം ഭയങ്കര ടേസ്റ്റി ആണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ഒരു പാഷനാണ്. അല്ലാതെ കുക്കിങ്ങിനോട് ഒരു പ്രത്യേക താല്പര്യം എന്തായാലും എനിക്കില്ല. പിന്നെ ഇത് എല്ലാം കട്ട് ചെയ്ത് എടുക്കുക. ഞാൻ രാവിലെ എണീച്ച് വന്ന ഉടൻ തന്നെ ഇതൊക്കെ ആയിരിക്കും കേട്ടോ ആദ്യത്തെ എൻ്റെ പരിപാടി. അടുക്കളയിൽ കുറേ സമയം പോകുന്നതാണെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നും, എപ്പോഴും ഞാനിരുന്ന് ആലോചിക്കും, ഒരു റോബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. അവർ നമുക്ക് അരിഞ്ഞു തരുന്നു, നമ്മുടെ വീടെല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ച് തരുന്നു. ഓഹ് എന്ത് സുഖമാണ്. ഇതിപ്പോൾ വീട്ടിലെ റോബോട്ട് നമ്മളൊക്കെ തന്നെയാണല്ലോ റോബോട്ടുകൾ. അപ്പം ചട്ടിയുടെ ആ ഒരു ചൂടാവുന്നേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് വെള്ളമുണ്ട്. അപ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ പുറത്തുകൂടെ ഞാനിങ്ങനെ എണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബോംബ് സ്ഫോടനമായിരുന്നു, മൊത്തത്തിൽ പൊട്ടിത്തെറിയായിരുന്നു. അങ്ങനെ പൊട്ടിത്തെറി ഒരുപാട് കൂടിയപ്പോൾ ഞാനെടുത്ത് അടച്ചു വെച്ചു കേട്ടോ. ഇതാ പറയുന്നത് മടിയും മല ചുമക്കുമെന്ന്. എനിക്കാണെങ്കിൽ അതിനുള്ള ക്ഷമയില്ല. അതിനുശേഷം ഉഴുന്ന് ഞാൻ ഇടും കേട്ടോ. പരിപ്പ് എന്നല്ല, ഉഴുന്നിട്ട് അതൊന്ന് കടുകും ഉഴുന്നും പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാൽ മതി, കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് ഒരു ബ്രൗൺ കളർ എന്ന് വെച്ചാൽ ഒത്തിരി ഇട്ടങ്ങ് ഇതാക്കരുത്. ആയതിനു ശേഷം ഉള്ളിയാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് സവാള ഉള്ളിയാണ്. പിന്നെ കൊച്ചുള്ളി ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് അത്രയും വലിയ ഇരുന്ന് പൊളിച്ച് അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് സവാള ഉള്ളിയിൽ നമ്മൾ കാര്യങ്ങൾ ഒതുക്കുന്നു. അന്നേരം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ചൂടുവെള്ളം രാവിലെ കുടിക്കും, കാരണം അത്യാവശ്യം നല്ല വിമിഷ്ടമുണ്ട്. ഇത് ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതെനിക്ക് ഞാനിപ്പോൾ കുറേ ഡെവലപ്പായി, ശബ്ദത്തിലൊക്കെ ഒരുപാട് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പം ഇനി നല്ല വഴന്നതിന് ശേഷം അതിനകത്തോട്ട് 1 സ്പൂൺ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ കടല മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല കുരുമുളക് അങ്ങോട്ട് തൂക്കുക. പിന്നെ ഈ കുരുമുളകൊക്കെ എരി നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരുടെ അനുസരിച്ച് ചേർക്കണം കേട്ടോ. അന്നേരം ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ കുക്ക് ചെയ്യാൻ നേരം തന്നെ നമുക്ക് ഈ വഴറ്റുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. അന്നേരം ഞാൻ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ പാത്രങ്ങൾ ആ കൂട്ടത്തിൽ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കും. അപ്പോഴത്തേക്ക് 10 മിനിറ്റ്, അതായത് കടലിട്ട് ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചാൽ മതി. അപ്പോൾ സെറ്റായി. ഇനി സാത്തിക്കുട്ടിക്കുള്ള നമ്മുടെ സാമ്പാറിൻ്റെ ഇതെല്ലാം കൂടെ ഞാൻ അരിയും. കുക്കിംഗ് ചെയ്യാൻ നേരം ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ടാബ് കൊണ്ടുവന്ന് വ്ളോഗും ഇരുന്ന് കാണും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വ്ളോഗുകളൊക്കെ ഇരുന്ന് കാണുക. അതിൻ്റെ ഈ ഇടയായിട്ട് ഞാൻ കുറേ ഫോറിൻ വ്ളോഗ്സാണ് കേട്ടോ കാണുന്നത്. നല്ല രസമാണ്. അവരുടെ ഒരു ജീവിതം നമ്മുടെ ജീവിതമായിട്ട് ഭയങ്കര വ്യത്യാസമല്ലേ. അപ്പം ഒരു പല കൺട്രീസിലെ അവരുടെ കൾച്ചർ കാര്യങ്ങൾ അതൊക്കെ കാണുമ്പം കേൾക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലപ്പോൾ ട്രാവലിംഗ് വ്ളോഗായിരിക്കും ഞാൻ കാണുന്നത്. എനിക്കിഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ആരുടെ വ്ളോഗാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാം മാറി തിരിഞ്ഞുമായിരുന്നു കേട്ടോ. ശരിക്കും ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളെ കൂട്ടുന്നതല്ല, ഭയങ്കര ഫിറ്റ്നസ്സിലൊക്കെ അവരൊക്കെ ഒരുപാട് കോൺസെൻട്രേഷൻ കൊടുക്കും. നമ്മളാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഫിറ്റ്നസ്സിലോട്ട് നമ്മുടെ ശ്രദ്ധ ഒരുപാട് കുറയുന്നുണ്ട്. പാചകടിയിലോട്ടാണ് നമ്മുടെ ശ്രദ്ധ കൂടുന്നത്. അങ്ങനെയൊക്കെ വരുമോയെന്ന് പറഞ്ഞ് ഇനി നെക്സ്റ്റ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു വട്ടം കൂടെ ഒന്ന് മേലൊക്കെ കുളിച്ചിട്ട് ഡ്രസ്സ് മാറിയതിന് ശേഷം ഞാൻ എൻ്റെ ഹാപ്പി ജേർണിങ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്, എൻ്റെ മൈൻഡ് ഭയങ്കര എന്താണെന്നറിയാ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ജേർണിങ് വീണ്ടും തുടങ്ങിയ പിന്നെ എനിക്ക് വിചാരിച്ച കാര്യങ്ങൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, ഈ ഒരാഴ്ച ഞാൻ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. അതായത് ഞാൻ എൻ്റെ വർക്ക് കയറുന്ന മുമ്പേ അല്ലെങ്കിൽ എനിക്ക് കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കാമായിട്ടും ക്വയറ്റായിട്ടും ഞാനിരുന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കും.
എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരിക്കുക, ഫാസ്റ്റായിട്ട് എനിക്ക് കാര്യങ്ങൾ തീർക്കുക, അപ്പോൾ എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് പോസിറ്റീവായിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതിയിടാം. അത് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഒരു ജേർണലിങ് ചെയ്യുന്നൊരു വഴിയാണെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ച ഞാൻ ജേർണൽ ചെയ്യുമെന്ന്, ഒരാഴ്ച കൃത്യമായിട്ട് ചെയ്ത് ഭയങ്കര ഹാപ്പി ഡേ ആയിരുന്നു. അതിനുശേഷം കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചെയ്യാണ്. അപ്പോൾ ഇതല്ല, ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് ബാക്കി ചെയ്തത്. പിന്നെ എനിക്ക് എഴുതിയിട്ടും എനിക്ക് മതി വരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്ന് എഴുതി. ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഈ കഴിഞ്ഞ വീക്ക് പോയത്. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിന് നല്ലൊരു ഫലമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ബൈ ബൈ.